അപ്പോൾ സ്ലം സെയിൽ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്ലം സെയിൽ ആണ്. എന്താണ് ഈ ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചേ, CMA ഫൈനൽ ഈ ടോപ്പിക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് കാറ്റഗറിയിലാണ് വരിക. ബിസിനസ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒഫീഷ്യൽ ചാപ്റ്ററിന്റെ അടിയിലാണ് ഈ ഒരു ടോപ്പിക്ക് വരിക. CA ഫൈനൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ പഠിച്ചു വെക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ല. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, CMA ഫൈനൽ ഒരുപാട് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് ഈ 50B എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ലിസൺ. അപ്പൊ സെക്ഷൻ 50B ക്യാപിറ്റൽ ഗെയിൻ ഇൻ റെസ്പെക്ട് ഓഫ് സ്ലം സെയിൽ എന്താണ് എന്ന് അറിയുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ബിസിനസ്സിൽ കുറെ അസറ്റ്സും ഉണ്ട്, കുറെ ലയബിലിറ്റീസും ഉണ്ട്. കുറെ അസറ്റ്സും ഉണ്ട്, കുറെ ലയബിലിറ്റീസും ഉണ്ട്. അസറ്റ്സ് ഒരു 100 അസറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 100 നമ്പേഴ്സ് ഉണ്ട്. ലയബിലിറ്റി ഒരു 10-30 നമ്പേഴ്സ് ഓഫ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. കുറെ അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഈ ബിസിനസ് മുഴുവൻ നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ ബിസിനസ് മുഴുവൻ നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ എ ലംസം എമൗണ്ട്. ഒരു ലംസം എമൗണ്ടിന് ഇത് മൊത്തം നിങ്ങൾ ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിലെ തിയറി അനുസരിച്ച്, സേ യു ഹാവ് എ ക്യാപിറ്റൽ അസറ്റ്, അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇയർ ഓഫ് ട്രാൻസ്ഫറിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് കൊടുക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഈ കമ്പനിയിൽ 100ഓളം അസറ്റുകളില്ലേ? ഈ 100ഓളം അസറ്റുകളുടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അപ്പൊ 100 കമ്പ്യൂട്ടേഷൻ ചെയ്യണ്ടേ? വേണ്ടേ? തന്നെയല്ല, നിങ്ങൾക്ക് കിട്ടിയ കൺസിഡറേഷൻ എന്ന് പറയുന്ന ലംസം കൺസിഡറേഷൻ ആണ്. എന്താ ലംസം കൺസിഡറേഷൻ? ഇന്ന അസറ്റ് അല്ലെങ്കിൽ ഇന്ന ലയബിലിറ്റിക്ക് ഇത്ര അങ്ങനെയല്ല, മൊത്തത്തില് നമ്മൾ പറയില്ല, അടങ്കൽ കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും. ലംസം കൺസിഡറേഷൻ ആണ് നിങ്ങൾക്ക് ബേസിക്കലി കിട്ടിയത്. അപ്പോൾ ഈ ലംസം കൺസിഡറേഷൻ കിട്ടിയതിനെ പ്രപ്പോർഷനേറ്റ് ചെയ്ത ഓരോ അസറ്റിനും എത്ര വരും എന്നൊക്കെ ഉള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ പോകണ്ടേ? ഹെഡേക്ക് അല്ലേ? 100 വരെ 1000 അസറ്റ് ഉണ്ടെങ്കിൽ 1000 കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. അതൊന്നും എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കാം, നിങ്ങളൊരു കാര്യം ചെയ്തു, ഈ ട്രാൻസ്ഫർ ചെയ്ത മൊത്തം യൂണിറ്റ് ഇല്ലേ, അതിനെ നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേ? ഒരു സിംഗിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേ. ഈ ട്രാൻസ്ഫർ ചെയ്ത മൊത്തം യൂണിറ്റിനെ നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഒരു സിംഗിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഒറ്റയടിക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്താൽ മതി? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ലം സെയിൽ എന്ന് പറയുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു യൂണിറ്റ് ആസെറ്റ്സ്, നിങ്ങൾ ആ യൂണിറ്റ് ഒറ്റയടിക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ എ ലംസം കൺസിഡറേഷൻ വിത്തൗട്ട് അസൈനിങ് വാല്യൂസ് ടു ഇൻഡിവിജ്വൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓരോ അസറ്റിനും ലയബിലിറ്റിക്ക് നിങ്ങൾ വാല്യൂ ചെയ്യാതെ മൊത്തമായിട്ട് ആ യൂണിറ്റ് ഒറ്റയടിക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലം സെയിൽ. നമ്മൾ സ്ലം സെയിൽ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, സ്ലം സെയിൽ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇതിന്റെ അർത്ഥം, മീനിങ് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. വായിച്ചേ. സ്ലം സെയിൽ മീൻസ് transfer of one or more undertaking for a lump sum consideration without assigning values to individual assets and liabilities in such sales. നമ്മൾ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ഒരു ലംസം തുകയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിൽ ഓരോ അസറ്റിനും എത്ര വാല്യൂ, ഓരോ ലയബിലിറ്റിക്കും എത്ര വാല്യൂ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സ്ലം സെയിൽ. യു ആർ ട്രാൻസ്ഫറിംഗ് ദാറ്റ് എൻറ്റയർ യൂണിറ്റ് ആസ് എ ഹോൾ ഫോർ എ ലംസം കൺസിഡറേഷൻ. That transfer is said to be what, friends? Slum സെയിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? അതൊന്ന്. 2, അപ്പോ സ്ലം സെയിലിൽ നമ്മൾ ആ മൊത്തം ബിസിനസ് യൂണിറ്റിനെ ഒരു സിംഗിൾ അസറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നേ, അല്ലേ? അപ്പൊ അതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ മൊത്തം അണ്ടർടേക്കിങ്ങിനെ നമ്മൾ ഒരു സിംഗിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? അപ്പൊ ആ അസറ്റ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരാൻ പോകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? ശ്രദ്ധിച്ചേ. If the undertaking is held for more than 36 months, then long-term capital gain. Otherwise, short-term capital gain. ഇവിടെ 36 മാസമാണ് കേട്ടോ ക്രൈറ്റീരിയ. ഡേറ്റ് കാര്യങ്ങളൊന്നും വേറെ നോക്കണ്ട. ഇവിടുത്തെ ക്രൈറ്റീരിയ പറയുന്നത് 36 മന്ത്സ് ആണ്. ആ അണ്ടർടേക്കിംഗ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് 36 മാസത്തിൽ കൂടുതലാണെങ്കിൽ, അതായത് ഈ ബിസിനസ് തുടങ്ങിയിട്ട് 36 മാസത്തിൽ കൂടുതലായെങ്കിൽ അവിടെ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? ലോങ് ആയിരിക്കും. ബിസിനസ് തുടങ്ങിയിട്ട് 36 മാസം അതിൽ താഴെ ആയിട്ടുള്ളെങ്കിൽ അവിടെ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. ഇതാണ് ദിസ് ഇസ് വാട്ട് വി ക്യാൻ സേ. അത് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഫാക്ടേഴ്സ് ഒന്നും അവർ പറഞ്ഞ് പോകുന്നില്ല. അപ്പോൾ 36 മന്ത്സ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ബിസിനസ് തുടങ്ങിയിട്ട് 36 മന്ത്സിൽ കൂടുതലാണെങ്കിൽ ലോങ്ങും, 36 മന്ത്സിൽ താഴെയാണെങ്കിൽ ഷോർട്ടും. ഇനി ഹൗ അബൌട്ട് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? കോസ്റ്റ് ഓഫ് അക്വിസിഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ഹൗ ഡു വി കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നോർമലി ആദ്യം ഫുൾ വാല്യൂ കൺസിഡറേഷൻ വേണം, അല്ലേ?
അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കുറയ്ക്കും? നമ്മൾ കോസ്റ്റ് ഓഫ് അക്വസിഷനും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ കുറയ്ക്കാറില്ലേ? അപ്പോൾ ഫസ്റ്റ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ, അതിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ് ആദ്യം കുറയ്ക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് എന്ത് കുറയ്ക്കാം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമുക്ക് കുറയ്ക്കാം. ഇവിടെ ഇംപ്രൂവ്മെന്റ് ഒന്നും വരാനില്ല, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് ചോദിച്ചാൽ ആക്ട് പറയുന്നു FMV1 ഓർ FMV2 whichever is higher. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് FMV1 or FMV2 whichever is higher is said to be the full value consideration. Now the question is, what is this FMV1 and what is this FMV2? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ FMV1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറെ ബിസിനസിന്റെ കുറെ നെറ്റ് അസറ്റുകളല്ലേ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലേ? ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നെറ്റ് അസറ്റ്സിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത്? FMV1. നെറ്റ് അസറ്റ്സ് FMV, ഫെയർ മാർക്കറ്റ് വാല്യൂ ഇസ് സെഡ് ടു ബി FMV1. നമ്മൾ ഒരു സ്ലം സെയിലില് ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത അണ്ടർടേക്കിങ്ങിന്റെ നെറ്റ് അസെറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ ടേംസിനാണ് നമ്മൾ എന്തെന്ന് പറയുക? FMV1 എന്ന് പറയുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ട്രാൻസ്ഫർ ചെയ്ത എന്റെ അണ്ടർടേക്കിങ്ങിന്റെ നെറ്റ് അസറ്റ്സിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഇസ് സെഡ് ടു ബി വാട്ട്? FMV1. ആൻഡ് വാട്ട് ഇസ് FMV2? ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ എനിക്ക് കൺസിഡറേഷൻ കിട്ടില്ലേ? ഇല്ലേ? നമ്മൾ പറഞ്ഞ കണക്കിൽ അതൊരു ലംസം കൺസിഡറേഷൻ അല്ലായിരുന്നോ? അല്ലേ? ഈ കൺസിഡറേഷൻ മണി ആയിട്ട് തന്നെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഷെയർ ആയിട്ട് കിട്ടാം, ഗോൾഡ് ആയിട്ട് കിട്ടാം, മണിയും ഗോൾഡും ഷെയറും കിട്ടാം, ഇമ്മോബിൾ പ്രോപ്പർട്ടി കിട്ടാം, അല്ലേ? അപ്പൊ എനിക്ക് മൊത്തം കിട്ടിയ കൺസിഡറേഷന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത്? FMV2. സോ FMV2 is the fair market value of consideration received. അത് കിട്ടിയത് മുഴുവൻ മണിയാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യേണ്ട, മണി വാല്യൂ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. പൈസയുടെ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയായിരിക്കണം നിങ്ങൾ FMV2 എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. Are you all with me? So what is FMV2? The fair market value of the consideration received. What is FMV1? The fair market value of the net assets transferred. ഇങ്ങോട്ട് കൊടുത്ത നെറ്റ് അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ FMV1 ഉം ഇങ്ങോട്ട് കിട്ടിയ കൺസിഡറേഷന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ FMV2 ആണ് എന്നുള്ളതാണ് അതിന്റെ അകത്തെ കാര്യം. Are you all with me? ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. സോ FMV1 എന്താണ്, FMV2 എന്താണെന്നുള്ളതിന് അഡീഷണൽ ആയിട്ടുള്ള കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അത് ഉൾപ്പെടെ നമുക്ക് പഠിക്കണം. നോക്കൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഈ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണേ, ക്യാപിറ്റൽ ഗെയിൻ. ഓൾ റൈറ്റ്. അപ്പോൾ നോക്കാം. ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് മാനർ ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. That is FMV1 determined under Rule 11 UAE Subrule number 2 or FMV2 determined under Rule 11 UAE Subrule number 3, whichever is higher shall be the full value consideration. അപ്പോൾ FMV1 എന്താണ്, FMV2 എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും എക്സാമിന് പോകുന്നതിന് മുമ്പ് പഠിച്ചിരിക്കണം. അതാണ് ഈ ഒരു ബ്ലൂ ടേബിൾ പറയുന്നത്. വാട്ട് ഇസ് FMV1 ആൻഡ് വാട്ട് ഇസ് FMV2? FMV1 ബ്ലൂ ടേബിളും FMV2 ഈ ഗ്രീൻ ടേബിളും ആണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ എക്സാമിന് മുമ്പ് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എക്സാമിന് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓരോരോ തരം അസറ്റുകൾക്ക് എന്ത് വാല്യൂ ആണ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഈ ടേബിൾ പറയുന്നത്. പലതരം അസറ്റുകൾ ഉണ്ടാവുമല്ലോ. ഇമ്മോബിൾ പ്രോപ്പർട്ടി ഉണ്ടാവാം, കമ്പനിയിൽ ഗോൾഡ് ഉണ്ടാവാം, ജ്വല്ലറി ഉണ്ടാവാം, ഷെയർ ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, ബാങ്ക് ഉണ്ടാവാം. ഇതിനൊക്കെ എന്ത് വാല്യൂ എടുക്കണം? സോ നമുക്ക് നോക്കാം. FMV1 വായിച്ച FMV1ന്റെ ഡെഫിനിഷൻ എന്താ? ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ വേ ഓഫ് സ്ലം സെയിൽ ഡിറ്റർമൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫോർമുല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ CBDT പറയുന്ന ഫോർമുലയാണ്. CBDTയുടെ ഫോർമുലകൾ എപ്പോഴും ABCD ആയിരിക്കും. CBDTയുടെ ഫോർമുലകൾ എപ്പോഴും എന്തായിരിക്കും? ABCD. ആ എയും ആ എന്താണ് എയും തമ്മിലുള്ള ബന്ധമൊന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പേ എന്ന് പറഞ്ഞാൽ A ചിലപ്പോൾ അസറ്റ് ആയിരിക്കും, അല്ല B എന്ന് പറഞ്ഞാൽ ബുക്ക് വാല്യൂ ഓഫ് സംതിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ചുമ്മാ കുറെ ABCD മൈനസ് L ലയബിലിറ്റി ആണ്. ഓക്കെ, അതാണ് അവർ ചെയ്തിട്ടുള്ള ഏക കണക്ഷൻ എന്ന് പറയുന്നത്. വെറുതെ ഒരു ഫോർമുല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് B എന്ന് തുടങ്ങാം. എന്താണ് B? ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ജ്വല്ലറി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് ബേസ്ഡ് ഓൺ വാല്യൂഷൻ റിപ്പോർട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം രജിസ്റ്റേർഡ് വാല്യൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അണ്ടർടേക്കിംഗ് ഇല്ലേ, നമ്മളിപ്പോൾ ഒരു അസറ്റ് അണ്ടർടേക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണല്ലോ സ്ലം സെയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ അതിന്റെ അസറ്റിന്റെ കൂടെ ജ്വല്ലറിയും ഗോൾഡ് ഒക്കെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഗോൾഡ് ആൻഡ് ജ്വല്ലറി ആണ് ഇരിക്കുന്നതെങ്കിൽ അതിന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ FMV1 കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്തെ എടുക്കേണ്ടത്? ഓപ്പൺ മാർക്കറ്റ്
പ്രൈസ് വിച്ച് ഹാവ് ടു ബി റിപ്പോർട്ടഡ് ബൈ എ രജിസ്റ്റേർഡ് വാല്യൂർ. ഒരു രജിസ്റ്റേർഡ് വാല്യൂർ വന്ന് അയാൾ സർട്ടിഫൈ ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എന്തോ അതാണ് നിങ്ങൾ ജുവലറിയും ആർട്ടിസ്റ്റിക് വർക്കുകൾക്കും വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ എൻറ്റിറ്റിയിൽ ജുവലറിയും ആർട്ടിസ്റ്റിക് വർക്കുകളും അസറ്റായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് വാല്യൂ ചെയ്യുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ വേണം, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് വേണം നിങ്ങൾ FMV ആയിട്ട് എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. ആർ യു ഓൾ വിത്ത് മീ? രണ്ടാമത്തെ ഐറ്റം എന്താ? ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ്. ഷെയർസിനെ ആൻഡ് സെക്യൂരിറ്റീസിനെ നിങ്ങൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡിറ്റർമൈൻഡ് ആസ് പെർ റൂൾ 11 UA സബ് റൂൾ നമ്പർ 1 എന്ന് പറയും. നമ്മൾ അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ്, അവിടെ എക്സിറ്റ് ടാക്സേഷനിൽ ഇത് വരുന്നുണ്ട്. അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതില് എക്സിറ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ വരുമ്പോൾ ഈ ഷെയർ സെക്യൂരിറ്റി എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കും. ആർ യു ഓൾ വിത്ത് മീ? ശ്രദ്ധിക്കുന്നുണ്ടോ? തൽക്കാലത്തേക്ക് ഇവിടെ ഷെയർ വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ ഓർത്താൽ മതി, ഷെയറും സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ എന്തെടുക്കുക? ഫെയർ മാർക്കറ്റ് വാല്യൂ. അത് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ ഒരു മെത്തഡോളജി ഉണ്ട്. അത് അസസ്മെന്റ് ഓഫ് ട്രസ്റ്റിലെ എക്സിറ്റ് ടാക്സേഷൻ വരുമ്പോൾ നമ്മൾ പഠിക്കും. അതവിടെ നിൽക്കട്ടെ. ദെൻ അടുത്തത് എന്താ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് എന്ത് വാല്യൂ എടുക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം. ലാൻഡോ ബിൽഡിങ്ങോ വല്ലതും നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന് എന്ത് വാല്യൂ വേണം എടുക്കാൻ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഇനി ഇതൊന്നും അല്ലാതെ വേറെയും കുറെ അസറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. എന്താ? ബുക്ക് വാല്യൂ ഓഫ് ഓൾ അതർ അസറ്റ്സ് ആസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ ട്രാൻസ്ഫർഡ് ബൈ വേ ഓഫ് സ്ലം സെയിൽ ആസ് റെഡ്യൂസ്ഡ് ബൈ ദ ഫോളോയിങ് എമൗണ്ട്. ബാക്കി എല്ലാ അസറ്റ്സിനെയും എന്ത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. പക്ഷെ അങ്ങനെ ബുക്ക് വാല്യൂ എടുക്കുമ്പോൾ താഴെ പറയുന്ന 2 അസറ്റുകൾ ഒഴികെ ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് വാല്യൂ എടുക്കാം? ബുക്ക് വാല്യൂ എടുക്കാം. താഴെ പറയുന്ന 2 അസറ്റുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ അസറ്റിനും നിങ്ങൾ എന്ത് വാല്യൂ എടുക്കുക? എന്ത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. നോക്കാം, ഒഴിവാക്കേണ്ട അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 എന്താ ഒഴിവാക്കേണ്ട അസറ്റ്? എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേ ഇഫ് എനി ലെസ് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിം ഇഫ് എനി. അതായത് ഇപ്പൊ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ TDS, TCS, അഡ്വാൻസ് ടാക്സ് ഒക്കെ അസറ്റ് ആയിട്ട് നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു കമ്പനിയാണ്, ഇത് നമ്മുടെ കമ്പനി. നമ്മൾ സ്ലം സെയിൽ വഴി നമ്മുടെ ഈ അണ്ടർടേക്കിംഗ് എന്ത് ചെയ്യാൻ പോവാണ്? വിൽക്കാൻ പോവാണ്. നമ്മുടെ കമ്പനിയിലെ ബാലൻസ് ഷീറ്റിനകത്ത് TDS, TCS, അഡ്വാൻസ് ടാക്സ് ഒക്കെ കറന്റ് അസറ്റിനടി കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. എന്ത് വാല്യൂ എടുക്കണം? ഒരു വാല്യൂ എടുക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? TDS, TCS, അഡ്വാൻസ് ടാക്സ് ഒന്നും എനിക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. അത് എന്റെ ടാക്സ് ലയബിലിറ്റി ഞാൻ പേ ചെയ്തതാണ് TDS, TCS, അഡ്വാൻസ് ടാക്സ്. മാക്സിമം അത് എനിക്ക് എന്തെടുക്കാം? ക്രെഡിറ്റ് എടുക്കാം. ഇനിയിപ്പോൾ അത് ടാക്സ് ലയബിലിറ്റി എനിക്ക് അത്ര ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? റീഫണ്ട് കിട്ടും. ആ ടാക്സ് ലയബിലിറ്റി എനിക്ക് ബേസിക്കലി ടെക്നിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാലൻസ് ഷീറ്റില് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു അസറ്റ് ഉണ്ടെങ്കിൽ, ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ അസറ്റ് സാധാരണ TDS, TCS, അഡ്വാൻസ് ടാക്സ് ആണ് വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. ബിക്കോസ് നോ ബഡി ക്യാൻ ട്രാൻസ്ഫർ ദോസ് അസറ്റ്സ് ടു എനിവൺ എൽസ്. അതുകൊണ്ട് അതിന് നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആണോ പറഞ്ഞത്? ആണോ? അപ്പോ ബാലൻസ് ഷീറ്റിൽ TDS, TCS, അഡ്വാൻസ് ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഫാക്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല. അടുത്തത് രണ്ടാമത്തെ ഒഴിവാക്കേണ്ട അസറ്റ് ഏതാ? എനി എമൗണ്ട് ഷോൺ ആസ് ആൻ അസറ്റ് ഇൻക്ലൂഡിംഗ് അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് ഓഫ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ വിച്ച് ഡസ് നോട്ട് റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് എനി അസറ്റ്. എന്ത് അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് ഓഫ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ? ഈ കമ്പനികളെ ഇപ്പൊ ഞാനൊരു പരസ്യം ഒരു 10 കോടി രൂപ മുടക്കി ഒരു പരസ്യം ചെയ്യാമെന്ന് വിചാരിക്കും, ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു 10 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അഡ്വർടൈസ്മെന്റ് ചെയ്തു. ആ 10 കോടി രൂപയുടെ അഡ്വർടൈസ്മെന്റിന്റെ ഇമ്പാക്ട് ഒരു 5 വർഷത്തേക്ക് കിട്ടും എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ദ 10 crore amount I will have an impact on that 10 crore. That 10 crore I will have an impact over the sales of the next 5 years. അടുത്ത 5 വർഷത്തെ എന്റെ സെയിൽസ് എന്താവും? ബൂസ്റ്റഡ് ആവും. ഇതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ നോർമലി നമ്മൾ ബുക്കില് ഈ 10 കോടി എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യും? ഒരു അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും ആയിട്ട് നമ്മൾ ആ 10 കോടി എന്ത് ചെയ്ത് കളയും? അമോർട്ടൈസ് ചെയ്ത് കളയും. അല്ലേ? 5 കൊല്ലമായിട്ടാണ് എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ ഓരോ കൊല്ലം ഞാൻ അമോർട്ടൈസ് ചെയ്യാൻ പോകുന്നത് 2 കോടി ആയിരിക്കും. അങ്ങനെ അമോർട്ടൈസ് ചെയ്ത് ഇതിപ്പോ 2ാം കൊല്ലോ അല്ലെങ്കിൽ 3ാം കൊല്ലോ ആണെന്ന് വിചാരിക്കുക. ബാലൻസ് ഷീറ്റിൽ കുറെ അൺഅമോർട്ടൈസ്ഡ് വാല്യൂ ഓഫ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ കാണില്ലേ? ഇല്ലേ? അതൊരു അസറ്റ് ആണോ? അല്ല, അതൊരു ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. എന്താ ഫിക്ടീഷ്യസ് അസറ്റ്? ഇൻകം ടാക്സിലല്ല, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പല വർഷമായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണത്. അല്ലേ? ആ അൺഅമോർട്ടൈസ്ഡ് എക്സ്പെൻഡിച്ചറിന് എനിക്ക് വേറൊരാൾക്ക് വിറ്റ് പൈസ മേടിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. അതൊരു ഡിസ്ക്ലോഷർ പർപ്പസിന് വേണ്ടി മാത്രം കാണിച്ചിരിക്കുന്ന സാധനമാണ്. സോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ
FMV1 കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ എടുക്കണ്ടേ? ആദ്യം ഒന്ന്, ഗോൾഡ്, ജ്വല്ലറി അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്ക് ഒക്കെ ആണെങ്കിൽ എന്തെടുക്കുക? ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എടുക്കുക. അത് ആര് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കണം? രജിസ്റ്റേർഡ് വാല്യൂ. രണ്ട്, ഷെയർ ഓഫ് സെക്യൂരിറ്റി ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുക. ഇമോബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുക. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും അസറ്റ് ആണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാഷ്, ബാങ്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലുള്ള അസറ്റുകളാണെങ്കിൽ എന്ത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ, TDS, DCS, അഡ്വാൻസ് ടാക്സ് പോലുള്ള അസറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. കൂടെ അൺഅമോർട്ടൈസ്ഡ് വാല്യൂ ഓഫ് ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഒരു അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ കിടപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. ഈ രണ്ടെണ്ണം ഒഴികെ ബാക്കിയുള്ള അസറ്റുകൾക്ക് എല്ലാം നിങ്ങൾ എന്ത് വാല്യൂ എടുത്താൽ മതി? ബുക്ക് വാല്യൂ എടുത്താൽ മതി എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്താണെന്ന്? അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന നമ്മൾ വിറ്റ അസറ്റിന്റെ മുഴുവൻ ഫെയർ മാർക്കറ്റ് വാല്യൂ കിട്ടിയില്ലേ? ഇനി അതിൻ്റെ അകത്ത് എന്ത് കുറയ്ക്കണം? ലയബിലിറ്റിയുടെ വാല്യൂ കുറയ്ക്കണം. എന്നാലേ നെറ്റ് അസറ്റിന്റെ FMV നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ലയബിലിറ്റികളുടെ വാല്യൂ എങ്ങനെയാണ് കുറയ്ക്കേണ്ടത് നോക്കാം. നോക്കിയേ, എല്ലാം ലയബിലിറ്റി. നോക്കൂ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ബുക്ക് വാല്യൂ ഓഫ് ലയബിലിറ്റി ആസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ transferred by way of plum sale but not including the following amounts which relates to such undertaking or division, namely. നിങ്ങൾ ബുക്ക് വാല്യൂ ഓഫ് ലയബിലിറ്റി ആണ് കുറയ്ക്കേണ്ടത്. പക്ഷെ അങ്ങനെ ബുക്ക് വാല്യൂ കുറയ്ക്കുമ്പോൾ താഴെ പറയുന്ന 1, 2, 3, 4, 5, 6 ഈ ലയബിലിറ്റികൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലയബിലിറ്റിയുടെയും എന്ത് വാല്യൂ കുറയ്ക്കണം? ബുക്ക് വാല്യൂ കുറയ്ക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 ലയബിലിറ്റികൾ ഒഴികെ ബാക്കി ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ലയബിലിറ്റിയുടെയും ബുക്ക് വാല്യൂ നിങ്ങൾ ആ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റിൽ നിന്നും കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ദാറ്റ് ഈസ് സെറ്റ് ടു ബി FMV1. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ എന്തൊക്കെയാ ഇഗ്നോർ ചെയ്യേണ്ട ലയബിലിറ്റികൾ? ഏതൊക്കെയാ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ്. 2, amount set apart for payment of dividend on preference shares and equity shares. 3, reserves and surplus by whatever name called. 4, any amount representing provision for taxation. 5, unascertained liability. 6, amount representing contingent liability. ശ്രദ്ധിച്ചേ, ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോഴേ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഒരുപാട് അസറ്റുകൾ കാണില്ലേ? ഒരുപാട് ലയബിലിറ്റികൾ കാണില്ലേ? ആദ്യം കാണുന്ന ലയബിലിറ്റി ഏതാ? ഷെയർ ക്യാപിറ്റൽ അല്ലേ? അത് ഓൺ ഫണ്ട് അല്ലേ? എക്സ്റ്റേണൽ ലയബിലിറ്റി ആണോ? അല്ലല്ലോ, നമ്മുടെ ഓൺ ഫണ്ട് അല്ലേ? അത് ഇഗ്നോർ ചെയ്തേക്കുക. പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്, അല്ലേ? ഇഗ്നോർ ചെയ്തേക്കുക, അതും എടുക്കണ്ട. അടുത്തത്, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും എമൗണ്ട് നിങ്ങൾ റിസർവിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും എമൗണ്ട് ലയബിലിറ്റി ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. അടുത്തത്, പ്രൊവിഷൻ ഫോർ ടാക്സും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലും ഉള്ള എമൗണ്ടുകൾ എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. അടുത്തത്, അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. എന്ത് അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി? അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി, ഫോർ എക്സാമ്പിൾ ഗ്രാറ്റുവിറ്റി, പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഇസ് ആൻ അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി. കൃത്യമായി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റാത്ത ലയബിലിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി എന്ന് പറയുക. ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്കൊരു ഫെയർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാതെ പക്ഷെ ലയബിലിറ്റി വരും നമുക്ക് മനസ്സിലായി. ഫെയർ എസ്റ്റിമേറ്റ് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് സെറ്റ് ടു ബി വാട്ട്? അൺഅസർട്ടൈൻഡ് ലയബിലിറ്റി. ആൻഡ് ഫൈനലി കണ്ടിജന്റ് ലയബിലിറ്റി. അതെന്താ? അതിപ്പോ ലയബിലിറ്റി വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, വരാതിരിക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയറോ ഡിവിഡൻഡോ റിസർവ്സ് ആൻഡ് സർപ്ലസോ പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ അൺഅസർട്ടൈൻഡ് ലയബിലിറ്റിയോ കണ്ടിജന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കുക? ഇഗ്നോർ ചെയ്തേക്കുക. ഇതല്ലാതെ ബാക്കിയുള്ള എല്ലാ ലയബിലിറ്റിയുടെയും എന്ത് വാല്യൂ കുറയ്ക്കുക? എന്ത് വാല്യൂ കുറയ്ക്കണ്ടേ? ബുക്ക് വാല്യൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ FMV1 എന്താണെന്നാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ടെൽ മീ ഫ്രണ്ട്സ്, വാട്ട് ഇസ് FMV1? Fair market value of net assets transfer. And how do you compute FMV1? ആദ്യം അസറ്റ്സ് എടുക്കുക. എത്ര തരം അസറ്റ് ഉണ്ട്? ഒന്ന്, ജ്വല്ലറിയും ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ എന്തെടുക്കുക? ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് എടുക്കുക. ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇമ്മോബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. എനി അതർ അസറ്റ് ബുക്ക് വാല്യൂ. ബൈ ഇഗ്നോറിംഗ് ഇൻകം ടാക്സ് പെയ്ഡ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്സ്. ലയബിലിറ്റി എടുക്കുമ്പോൾ ഏതൊക്കെ എടുക്കാൻ പാടില്ല? ഷെയർ ക്യാപിറ്റൽ, എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫോർ ഡിവിഡൻഡ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, contingent liability, unascertained liability and provision for tax. ഇത് ഒഴികെ ബാക്കിയുള്ള എല്ലാ ലയബിലിറ്റിയുടെയും എന്ത് കുറയ്ക്കുക? ബുക്ക് വാല്യൂ കുറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു തുക കിട്ടും. ദാറ്റ് ഇസ് സെറ്റ് ടു ബി വാട്ട്? FMV1. പറഞ്ഞത് ഇത്രയും ഓക്കെ ആണോ? ഇനി എന്ത് വേണം? FMV2 വേണ്ടേ?
ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കമ്പ്യൂട്ട് FMV2. FMV2 എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ? നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കൺസിഡറേഷന്റെ മൊത്തം ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലേ FMV2? നോക്കാം എന്താണ് FMV2ന്റെ ഡെഫിനിഷൻ വായിച്ചേ. ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ അക്രൂയിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ ബൈ വേ ഓഫ് slum sale determined in accordance with the formula that is E plus F plus G plus H. കുറെ വാക്കുകൾ ഇട്ടേക്ക് EFGH. അതിന്റെ ടോട്ടൽ ആണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? നിങ്ങൾ FMV2 ആയിട്ട് എടുക്കേണ്ടത്. അതിൽ ഈ എന്താ ഫസ്റ്റ് വൺ വായിച്ചേ. വാല്യൂ ഓഫ് മോണിറ്ററി കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ അക്രൂയിങ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ. മോണിറ്ററി കൺസിഡറേഷന്റെ വാല്യൂ എടുക്കുക. അതെങ്ങനെ വാല്യൂ ചെയ്യേണ്ടതെന്ന് ചോദിക്കരുത് കേട്ടോ. എങ്ങനെ മോണിറ്ററി കൺസിഡറേഷൻ വാല്യൂ ഉണ്ട്? 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 1000 രൂപയാണ്. അതിനെ റീവാല്യൂ ചെയ്ത് 1500 ആക്കാൻ പറ്റുമോ? ആയില്ല. അങ്ങനെ ഒരു പരിപാടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നെ നമ്മൾ പണിക്ക് പോകേണ്ട ആവശ്യമില്ല. 1 രൂപ നോട്ട് എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റീവാല്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വിച്ച് ഇസ് എൻ ഇമ്പോസിബിൾ തിങ്. രജനീകാന്തിന് മാത്രമേ അത് പറ്റുള്ളൂ. ശിവാജി സിനിമയിൽ പുള്ളി മറ്റേ 1 രൂപ വെച്ച്, അത് റീവാല്യൂ ചെയ്യുമല്ല, 1 രൂപ വെച്ച് പുള്ളി കോടികൾ സമ്പാദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു പ്രത്യേകതരം ഫോൺ ബൂത്ത് എന്നാണ് പുള്ളി വിളിക്കുന്നത്. ആ ഫോൺ ബൂത്തിൽ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ തിരിച്ചു വരും. അങ്ങനെയാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. പുള്ളി ഇങ്ങനെ നടു റൂട്ടിൽ ഇങ്ങനെ 1 രൂപയുടെ കോയിൻ ഇങ്ങനെ ബൂത്തിലിട്ടിട്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കോയിൻ തിരിച്ചു വരും. അങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ബാക്കി സാധാരണക്കാർക്കൊന്നും പറ്റില്ല. സോ വാല്യൂ ഓഫ് മോണിറ്ററി കൺസിഡറേഷൻ എടുക്കുക. രണ്ടാമത്തെ അസറ്റ് എന്താ? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി. ഷെയർ സെക്യൂരിറ്റി ആണ് കൺസിഡറേഷൻ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതെങ്കിൽ അതിന് എന്തെടുക്കുക? ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുക. അടുത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് വാല്യൂ എടുക്കുക? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഇതിപ്പോ ഇങ്ങോട്ട് കിട്ടിയ സാധനങ്ങളുടെ കണക്കാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കൊടുത്തതല്ല, ഇങ്ങോട്ട് കിട്ടിയത്. കൺസിഡറേഷൻ എപ്പോഴും മണിയായിട്ട് തന്നെ കിട്ടണം നിർബന്ധമില്ല. ദെൻ ഫൈനലി ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓൾ അതർ അസറ്റ്സ് പ്രോപ്പർട്ടീസ് റിസീവ്ഡ്. സേ ഫോർ എക്സാമ്പിൾ തിരിച്ച് ഇങ്ങോട്ട് ഗോൾഡ് ആണ് കിട്ടിയതെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ്, തിരിച്ച് ഇങ്ങോട്ട് സിൽവർ ആണ് കിട്ടിയതെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന സാധനങ്ങളുടെ എല്ലാം വാല്യൂ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. സിമ്പിൾ ആണ്. മണി ആണെങ്കിൽ മണി വാല്യൂ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ SDV, ഷെയർ സെക്യൂരിറ്റി ആണെങ്കിൽ FMV, വേറെ എന്തെങ്കിലും അസറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓപ്പൺ മാർക്കറ്റ് പ്രൈസ്. ഡ്രോയിങ്ങോ പെയിന്റിംഗോ ഒക്കെയാണ് തിരിച്ച് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ്. ദാറ്റ്സ് ഹൗ യു ഹാവ് ടു വാല്യൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? FMV1 കിട്ടി, FMV2 കിട്ടി. എന്നിട്ട് അതിൽ ഏതെടുക്കണം? ഹയർ എടുക്കണം അല്ലേ? ശരി. ആ ഹയർ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ആ ഹയർ ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആയോ? മൂവിങ് ഓൺ. കഴിഞ്ഞിട്ടില്ല. അടുത്ത എന്താണെന്ന് നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എങ്ങനെയാണ് എടുക്കേണ്ടത്? ആസ് യൂഷ്വൽ, ദാറ്റ് ഇസ് നോർമൽ ബ്രോക്കറേജ് ഓർ കമ്മീഷൻ. ഇതിനെ ആസ് യൂഷ്വൽ മൈനസ് നോർമൽ ബ്രോക്കറേജ് ഡിവൈഡഡ് ബൈ കമ്മീഷൻ എന്നും പറഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ട് വരരുത്. ഇതങ്ങനെയല്ല, ഓർത്തോണം. ആസ് യൂഷ്വൽ ദാറ്റ് ഇസ് നോർമൽ ബ്രോക്കറേജ് ഓർ കമ്മീഷൻ. ഞാനത് പറഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആസ് യൂഷ്വൽ മൈനസ് നോർമൽ ബ്രോക്കറേജ് ഡിവൈഡ് ബൈ കമ്മീഷൻ ഇട്ടാൽ ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? വേറെ പ്രത്യേകതയൊന്നുമില്ല, സാധാ കമ്മീഷൻ തന്നെ എടുത്താൽ മതി എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇനി ഇവിടെ അടുത്തത് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെ എടുക്കണം എന്നാണ്. അത് മുകളിലത്തെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ഹൗ ഡു യു കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് അക്വസിഷൻ? ശ്രദ്ധിച്ചേ, നമ്മൾ ആ മൊത്തം ബിസിനസ് അണ്ടർടേക്കിങ്ങിനെ ഒരു ഒറ്റ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നല്ലേ ഇപ്പൊ പഠിച്ചത് അല്ലേ? ആ മൊത്തം ബിസിനസ് അണ്ടർടേക്കിങ്ങിനെ ഒരു സിംഗിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് നെറ്റ് വർത്ത് ഓഫ് ദ undertaking or division as the case may be deemed to be the cost of acquisition. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് വർത്ത് കണ്ടുപിടിക്കണം. അതും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യണം. ആ നെറ്റ് വർത്ത് വേണം എന്നിട്ട് നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. ഓക്കെ ആണോ? ആണോ? അപ്പൊ നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്തിട്ട് നെറ്റ് വർത്ത് വേണം നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ സ്ലം സെയിൽ വരുമ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഒരു കാരണവശാലും സ്ലം സെയിലിൽ നിങ്ങൾ എന്ത് ബെനിഫിറ്റ് എടുക്കാൻ പാടില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാൻ പാടില്ല. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഡസന്റ് മാറ്റർ. assessee cannot claim the benefit of indexation in whatsoever permutation combination. ഒരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഓക്കെ ആണോ? ആണോ? അപ്പോഴേ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്ന നെറ്റ്വർത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, കമ്പനിയുടെ നെറ്റ്വർത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സാധാരണ? ഹൗ ഡു വി കമ്പ്യൂട്ട് ദ നെറ്റ്വർത്ത് ഇൻ എ കമ്പനി? ഒരു കമ്പനിയിലെ നെറ്റ്വർത്ത് നമ്മൾ സാധാരണ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി അല്ലേ? അതല്ലേ ഒരു നോർമൽ ഫോർമുല അല്ലേ?
അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. നെറ്റ്വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് അസറ്റിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. നെറ്റ്വർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അസറ്റുകളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 4 ആയിട്ട് തിരിക്കാം. നമ്പർ 1 എന്താണ് എന്ന് നോക്കാം. നമ്പർ 1 ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഡിപ്രീഷ്യബിൾ അസറ്റ്സ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള അസറ്റുകളാണെങ്കിൽ എന്ത് വാല്യൂ വേണം നിങ്ങൾ എടുക്കാൻ? WDV വാല്യൂ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? നെറ്റ്വർത്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അസറ്റുകളെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. നമ്പർ 1 ഡിപ്രീഷ്യബിൾ അസറ്റ്. ഡിപ്രീഷ്യബിൾ അസറ്റിന് എന്ത് വാല്യൂ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ? റിട്ടേൺ ഡൗൺ വാല്യൂ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. 2 അസറ്റ്സ് വേർ 100% of cost already allowed as deduction. എന്താ സാധനം? Assets where 100% the cost already allowed as deduction. Section 35 സയന്റിഫിക് റിസർച്ച് അസറ്റ് അല്ലെങ്കിൽ 35 വേണ്ടി സ്പെസിഫൈഡ് ബിസിനസിന്റെ അസറ്റുകൾ, അതുപോലുള്ള അസറ്റുകൾക്ക് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ 100% കോസ്റ്റിനും എന്തെടുത്തിട്ടുണ്ടാവും? ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു അസറ്റ് നിങ്ങളുടെ ബ്ലോക്കിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ അസറ്റിന് എന്ത് വാല്യൂ എടുക്കണം? എന്ത് വാല്യൂ ഒരിക്കലും എടുക്കാൻ പോകുന്നത്? നിൽ വാല്യൂ. ആ അസറ്റിന് നിങ്ങൾ ഒരു വാല്യൂയും എടുക്കാൻ പാടില്ല. പിന്നെ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതിനും എന്ത് വാല്യൂ എടുക്കണം? നിൽ വാല്യൂ എടുക്കണം. നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ഒരു വാല്യൂയും എടുക്കാൻ പാടില്ല. യുവർ വാല്യൂ ഹാവ് ടു ബി 0. ഫൈനലി അതർ അസറ്റ്സ്. ബാക്കിയുള്ള അസറ്റ്സിനെല്ലാം നിങ്ങൾ എന്ത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ബാക്കിയുള്ള എല്ലാ അസറ്റുകൾക്കും നിങ്ങൾ എന്ത് വാല്യൂ എടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് വർത്ത് കമ്പ്യൂട്ടഡ് ഇൻ പ്രിസ്ക്രൈബ് മാനർ, ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ മൈനസ് വാല്യൂ ഓഫ് ഔട്ട്സൈഡ് ലയബിലിറ്റി ഫോർ സച്ച് അണ്ടർടേക്കിംഗ് ഓർ ഡിവിഷൻ ആസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് ഇൻ കേസ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ത് വാല്യൂ എടുക്കുക? WDV ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. Capital asset in respect of 100% deduction is already claimed, then എന്ത് വാല്യൂ എടുക്കുക? നിൽ വാല്യൂ എടുക്കുക. സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ നിൽ വാല്യൂ എടുക്കുക. ഫോർ ഓൾ അതർ അസറ്റ്സ് ബുക്ക് വാല്യൂ എടുക്കുക. ഓക്കെ ആണോ പറഞ്ഞത്? ആണോ? പിന്നെ ഒറ്റ കാര്യം കൂടെ ഉണ്ട്. അസറ്റ് വാല്യൂ ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു അസറ്റിനെ നിങ്ങൾ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താ റീവാല്യൂ ചെയ്യുക? ഇപ്പൊ ലാൻഡിനെ ബിൽഡിങ്ങിനെ ഒക്കെ നിങ്ങൾ പിടിച്ച് റീവാല്യൂ ചെയ്ത് അതിന്റെ വാല്യൂ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റീവാല്യൂഷൻ ഇഫക്ട് നിങ്ങൾ ബ്രിങ് ഡൗൺ ചെയ്ത് നോർമൽ വാല്യൂകൾ വേണം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. All the effect of revaluations have to be ignored while computing the net worth under section 50B. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? നോക്കിയേ. However, any change in the value of asset on account of revaluation of assets shall not be considered for this purpose. അസറ്റ് റീവാല്യൂ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഇൻക്രിമെന്റ് എവിടെയെങ്കിലും നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ഇറ്റ്. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൺസിഡർ ചെയ്യാൻ പാടില്ല. ആ റീവാലുവേഷന്റെ എഫക്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ നെറ്റ്വർത്ത് എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ക്ലിയർ ആണോ? അപ്പോൾ നെറ്റ്വർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്തെ അസറ്റിനെ 4 ആയിട്ട് തിരിക്കണം. പക്ഷെ ഒറ്റ കാര്യം, ഒരിക്കലും അസറ്റിന്റെ റീവാലുവേഷൻ വന്നിട്ടുള്ള എലമെന്റ് നിങ്ങൾ നെറ്റ്വർത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരാൻ പാടില്ല. ഇനി ഇത് മാത്രം പോരല്ലോ, മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി വേണ്ടേ? ഔട്ട്സൈഡ് ലയബിലിറ്റിക്കൊക്കെ എന്ത് വാല്യൂ കൊടുക്കുക? ബുക്ക് വാല്യൂ കൊടുക്കുക. ഔട്ട്സൈഡ് ലയബിലിറ്റി മീൻസ് ഓൾവേസ് ഇറ്റ് ഇസ് ബുക്ക് വാല്യൂ. വേറെ വാല്യൂ ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫുൾ വാല്യൂ കൺസിഡറേഷൻ കിട്ടി, ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടി, നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടി, കോസ്റ്റ് ഓഫ് എക്സിഷൻ കിട്ടി. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ലോങ് ആണെങ്കിൽ യു നോ ദ റേറ്റ്. ആഫ്റ്റർ 23rd July 2024 it is 12.5%, and if it is short then as per the normal slab rate of the assessee. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അസസിയുടെ നോർമൽ സ്ലാബ് റേറ്റ് പ്രകാരമാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് റേറ്റ് ഇൻകം ടാക്സ് ആക്ട് ഒരിടത്തും പറയുന്നില്ല. ആർ യു ഓൾ വിത്ത് മീ? പെർഫെക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മാരിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഒറ്റ നോട്ടോട് ഇവിടെ പറയാനുണ്ട്. വാട്ട് ഇസ് ദാറ്റ് നോട്ട്? Report of chartered accountant, that is every assessee in case of slum sale shall furnish in prescribed form a report of a chartered accountant on or before specified date referred under 44AB, that is 1 month prior to the due date of filing return of income under 139 subsection 1, indicating the computation of net worth of the undertaking. നിങ്ങൾ സ്ലം സെയിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന എല്ലാ അസറ്റിയും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 1 മാസം മുന്നേ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് നിങ്ങളുടെ നെറ്റ് വർത്ത് എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്യണം. എന്നിട്ട് ഓഡിറ്റ് റിപ്പോർട്ടും എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ആരാ സർട്ടിഫൈ ഉണ്ട്? CA. എന്താ സർട്ടിഫൈ ഉണ്ട്? നെറ്റ് വർത്ത് ഇത്രയും വാല്യൂ ആണ് എന്നുള്ള ഫാക്ടർ നിങ്ങൾ എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു ഓൾ വിത്ത് മീ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സമ്മപ്പ് ചെയ്യാം. സോ ടെൽ മീ ഫ്രണ്ട്സ്, വാട്ട് ഇസ് സ്ലം സെയിൽ ബേസിക്കലി? എന്താ സ്ലം സെയിൽ? നമ്മളൊരു ബിസിനസ് അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഒറ്റ ലംസം എമൗണ്ട് ഇട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരല്ലേ സ്ലം സെയിൽ അല്ലേ? സ്ലം സെയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ആ ഒരു അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഡിവിഷനെ നിങ്ങൾ ഒരൊറ്റ സിംഗിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ വേണം നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യാൻ, കമ്പ്യൂട്ട് ചെയ്യാൻ. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്തെ ഇവിടുത്തെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ പറഞ്ഞ FMV1 or FMV2, whichever is higher up. What is FMV1? The fair market value of the net assets transferred. What is FMV2? The fair market value of the consideration received. Now, direct expenses as usual പോലെ കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് വർത്ത് ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ഒരിക്കലും ഈ അസറ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞത് അല്ലേ? ഗ്രേറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബാക്കി ഡിസ്കഷൻ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഷീറ്റ് 1, ഷീറ്റ് 1 ഇറ്റ്സ് ഇൻ പേജ് നമ്പർ 19. പേജ് 19 എടുത്താൽ ഈ ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഷീറ്റ് 1 പേജ് നമ്പർ 19, ക്വസ്റ്റ്യൻ നമ്പർ 6. മെസ്സേഴ്സ് ശ്രീറാം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു ഗിവ് മീ ദി ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ 6 ആണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. ഐ ഹോപ്പ് യു ഹാവ് റെഡ് ആൻഡ് യു ഹാവ് ആൻ ആൻസർ. നമുക്ക് ഒരുമിച്ച് വായിച്ച് അതിന് ആൻസർ ചെയ്യാം. മെസ്സേഴ്സ് ശ്രീറാം എന്റർപ്രൈസസ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഹാവിംഗ് 2 units. Unit 1 is transferred by way of slum sale of total consideration of 14 lakhs. അപ്പോൾ 14 ലക്ഷം രൂപയ്ക്കാണ് സെല് ചെയ്തേക്കുന്നത്. Unit 1 was started in the year 2006-2007 and the expenses incurred for this transfer were 38 lakh. Balance sheet as on 31st March 2024 is as under. Over value ഒക്കെ തന്നിട്ടുണ്ട്. Other information, revaluation reserve is created by revising upward the value of building of unit 1. Stamp duty value as on 1/4/2024 is 10 lakh. ശരി. No individual value of asset is considered in the transfer deed. Okay. Patents were acquired on 1/7/22 on which no depreciation has been charged. ശരി. Compute the capital gain for assessment year 25-26. അപ്പോൾ capital gain ലെ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് അല്ലേ? സാധനം സ്ലം സെയിൽ ആണ് എന്നുള്ളതിന് ഇനി വേറെ എക്സാമ്പിൾ ഒന്നും വേണ്ട. ബിക്കോസ് അവർ ലംസം കൺസിഡറേഷൻ ഇട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, ബൈ വേ ഓഫ് സ്ലം സെയിൽ എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? FMV1 ആൻഡ് FMV2 അതിൽ ഹയർ എടുത്തിട്ടല്ലേ നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യണ്ടേ അല്ലേ? So what is the first information that we require? It is FMV1. How do you compute FMV1? ഓരോരോ അസറ്റുകൾ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് വാല്യൂ എങ്ങനെ ചെയ്യണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ വാല്യൂ ഇടുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ബാലൻസ് ഷീറ്റിലെ ഫസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ലേ? FMV1 കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ബിൽഡിംഗ് റിമൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട് എന്ത് വാല്യൂ എടുക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 10 ലക്ഷം എടുക്കണം ആണല്ലോ. രണ്ടാമത്തെ അസറ്റ് എന്താ? മെഷീനറി അല്ലേ? മെഷീനറി ഏതാ? ബിൽഡിങ്ങോ, ഗോൾഡോ, ജ്വല്ലറിയോ, ഷെയർ ക്യാപിറ്റൽ വല്ലോ ആണോ? അല്ല. അതുകൊണ്ട് എന്തെടുക്കുക? ബുക്ക് വാല്യൂ എടുക്കുക. എത്ര ബുക്ക് വാല്യൂ? 4 lakh. യൂണിറ്റ് 1 അല്ലേ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ദെൻ ഡെറ്റേഴ്സ്, അതർ അസറ്റ്സ് അല്ലേ? എത്ര വാല്യൂ എടുക്കണ്ടേ? 2 lakh. ദെൻ പേറ്റന്റ്സ്, അതർ അസറ്റ്സ് അല്ലേ? എന്ത് വാല്യൂ എടുക്കണം? 2,50,000. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് എത്ര വരും? 18,50,000. ഇനി ലയബിലിറ്റികൾ നമുക്കറിയാം. ഓൺ ക്യാപിറ്റൽ എടുക്കണ്ട, റിവാലുവേഷൻ റിസർവ് എടുക്കണ്ട, ബാങ്ക് ലോൺ എടുക്കണം അല്ലേ? എത്രയാ ബാങ്ക് ലോൺ വരുന്നത്? മൊത്തം 3,50,000. അതിന്റെ 25% ആണ് യൂണിറ്റ് 1ന്റെ അല്ലേ? അപ്പൊ 3.50 25% എന്ന് പറയുമ്പോൾ എത്ര വരും? സോറി, 4 lakh ആണ് മൊത്തം ബാങ്ക് ലോൺ അല്ലേ? 4 lakhന്റെ 25%. ഓക്കെ 70 ആണോ? അത് ക്രെഡിറ്റേഴ്സ് ആണ് 25%. അപ്പൊ 4 lakhന്റെ 70% ആണ് എന്ത്? ബാങ്ക് ലോൺ. അപ്പൊ എത്ര വരും അത്? 70% on 4 lakh 2,80,000. അടുത്ത ക്രെഡിറ്റേഴ്സ് ആണ്. സോ ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3.50 lakhന്റെ 25%. അത് എത്ര വരും വാല്യൂ? 87,500. അപ്പൊ ഇത് രണ്ട് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും ഫ്രണ്ട്സ്? നമ്മുടെ FMV1 82,500 വരും ആണോ?
ശരി, ഇനി FMV2ന്റെ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. FMV2 ഇവിടെ ക്വസ്റ്റ്യൻ ആപ്പാട് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? കൺസിഡറേഷൻ 14 ലക്ഷം എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ കൂടെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും പറയാത്തോണ്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ FMV2 ആയിട്ട് എന്ത് തന്നെ എടുത്താൽ മതി? 14 ലക്ഷം തന്നെ എടുത്താൽ മതി. അപ്പൊ എന്നിട്ട് ഇതിൽ ഏതാ അപ്പോ നമ്മുടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ? ഹയർ അല്ലേ? ദാറ്റ് ഇസ് 14,82,500 is the higher figure, so that we can take as the full value consideration. ഇനി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. എത്ര ഡയറക്റ്റ് എക്സ്പെൻസ്? 38,000. ആ 38,000 ഡയറക്റ്റ് എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? നമ്മുടെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ 14,44,500. ഇനി അതിന്റെ അകത്ത് നമുക്ക് എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് സെറ്റ് ടു ബി ദ നെറ്റ് വർത്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അണ്ടർടേക്കിംഗ്. അപ്പൊ നമുക്ക് താഴെ വീണ്ടും ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. ഹൗ ടു കമ്പ്യൂട്ട് ദ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് അസറ്റുകളെ 4 ആയിട്ട് തിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ആദ്യത്തെ അസറ്റ് ബിൽഡിംഗ് അല്ലേ? ബിൽഡിംഗ് ശരിക്കും ഡിപ്രീഷ്യബിൾ അസറ്റ് അല്ലേ? പക്ഷെ ക്വസ്റ്റ്യനിൽ വേറൊരു സെപ്പറേറ്റ് WDV വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വാല്യൂ എടുക്കുക? ബാലൻസ് ഷീറ്റ് കിടക്കുന്ന വാല്യൂ എടുക്കുക. പക്ഷേ ബിൽഡിംഗിന്റെ അവിടെ അവരൊരു നോട്ട് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? റീവാലുവേഷൻ റിസർവ് ഇസ് ക്രിയേറ്റഡ് ബൈ റിവൈസിംഗ് അപ്വേർഡ് ദ വാല്യൂ ഓഫ് ബിൽഡിംഗ്. ബിൽഡിംഗിന്റെ വാല്യൂ റിവൈസ് ചെയ്ത് കൂടിയിട്ടാണ് റീവാലുവേഷൻ റിസർവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? അപ്പൊ ബിൽഡിംഗിന്റെ വാല്യൂ എത്രയോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 13 ലക്ഷം അല്ലേ അവർ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ അല്ലേ? റീവാലുവേഷൻ റിസർവിൽ എത്ര ബാലൻസ് കിടക്കുന്നത്? 5 അല്ലേ കിടക്കുന്നത്? അപ്പോ ഈ 5ഉം കൂടെ കൂട്ടിയിട്ടല്ലേ 13ലേക്ക് വാല്യൂ ആയത്. അപ്പൊ ബിൽഡിംഗിന്റെ വിത്തൗട്ട് റീവാലുവേഷൻ ഉള്ള യഥാർത്ഥ വാല്യൂ എത്ര വരും? 8 lakhs. Revaluation reserve is created by valuing upwards the value of building എന്ന് പറയുമ്പോൾ you have to bring it down to the normal value. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബുക്ക് വാല്യൂ 4 തന്നെ എടുക്കാം. ഡെറ്റേഴ്സ് ബുക്ക് വാല്യൂ എത്രയാണ്? 2 lakh. പേറ്റന്റിന് അവർ ക്വസ്റ്റ്യനിൽ ഒരു ഫാക്ട് പറയുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? പേറ്റന്റിന് അവർ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അക്വയർ ചെയ്തിരിക്കുന്ന 1/7/2022 അപ്പൊ പേറ്റന്റ് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. അപ്പൊ അതിന്റെ WDV വാല്യൂ വേണ്ട എടുക്കാൻ. അതിന് അവർ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എന്തല്ല ഒരു ഫാക്ടറേ അല്ല. സോ ഏത് ഇയറിലാണ് പേറ്റന്റ് മേടിച്ചേക്കുന്നത്? 22-23 പേറ്റന്റ് മേടിച്ചത്. പേറ്റന്റിന്റെ ഡിപ്രിസിയേഷൻ റേറ്റ് 25% അല്ലേ? ബീങ് ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ? എത്ര 25% on 2,50,000? 62,500. അത് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും WDV? 1,87,500. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ലം സെയിൽ നടന്നത് ഏത് മൊമെന്റിലാ? 1/4/2024 അപ്പൊ ഒരു വർഷത്തേക്കൂടെ ഡിപ്രിസിയേഷൻ കളയണ്ടേ? 23-24 ഡിപ്രിസിയേഷൻ 25% on 1,87,500 എന്ന് പറയുമ്പോൾ എത്ര വരും? 46,875. അത് കൂടെ കളഞ്ഞു കഴിയുമ്പോൾ എത്ര വരും? 1,40,625. അപ്പോ നമുക്ക് അസറ്റ്സ് എല്ലാം കിട്ടി. നെറ്റ്വർത്തിന് വേണ്ട അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂ എത്ര വരും? 15,40,625. ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ലോൺ ആണ് ഔട്ട്സൈഡ് ലയബിലിറ്റിയിൽ ആദ്യത്തത്. എത്രയായിരുന്നു ബാങ്ക് ലോൺ നമ്മൾ നേരത്തെ വാല്യൂ എടുത്തത്? 2,80,000 അല്ലേ? അതേ ബുക്ക് വാല്യൂ തന്നെയാണ് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന് എത്ര നമ്മൾ വാല്യൂ എടുത്തത്? 37,87 ആണ് അല്ലേ? 87,500. അത് രണ്ട് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? നെറ്റ് വർത്ത് 11,73,125 will be the net worth. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. സോ 11,73,125. സോ 11,73,125 അതെന്ന് ഇൻഡെക്സേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരിക്കലും സ്ലം സെയിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഇൻഡെക്സേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പൊ എത്ര വരും? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. കാരണം 2006-07 തുടങ്ങിയതല്ല എൻഡിറ്റി. അപ്പൊ ഓബിയസ്ലി ക്യാപിറ്റൽ ഗെയിൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ എത്ര വരും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? 2,71,375 will be the long term capital gain taxable. I hope it is clear. Clear ആണോ എല്ലാവർക്കും? Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter.
Now for the recorded lectures, you go up, take the website, then click on the classroom. And in the classroom, you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA Final English as well as Malayalam, CMA Final English as well as Malayalam, CA Inter English as well as Malayalam. Now friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.